വിൻഷേട്ടൻ ജോലിക്ക് പോകുമ്പോൾ പിന്നാലെ ഞാനും കൂടിയുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, എനിക്കൊന്ന് മിത്ര ചേച്ചിയുടെ അടുത്തേക്ക് പോകാനാണ്. അപ്പോൾ വിൻഷേട്ടൻ ആ വഴിക്കാ പോവുക, അപ്പം എന്നൊന്ന് അവിടെ ഇറക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ ഞങ്ങൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം മിത്ര ചേച്ചിയുടെ അവിടെ എത്തിയിട്ടോ. അങ്ങനെ വിൻഷേട്ടൻ എന്നെ അവിടെ ആക്കിയിട്ട് വിൻഷേട്ടൻ ഇതേ ജോലിക്ക് പോയി. അങ്ങനെ ഇതേ നേരെ പാർലറിൽ കയറി ഇതേ എൻ്റെ ഒരു ഡ്രസ്സ് കണ്ടിട്ട് ഇവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായിട്ട്, മിത്ര ചേച്ചിക്കും അവിടുത്തെ സ്റ്റാഫിനും. അങ്ങനെ അവർ രണ്ടുപേരും ഇത് ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ വെറുതെ ഒരു നേരം പോക്ക് ഇട്ട് അതൊക്കെ നിന്ന് എടുത്ത് കുറേ നേരം ചിരിച്ച് കളിച്ച് വർത്താനും പറയും. എനിക്കിവിടെ നാട്ടിൽ അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ കുറച്ച് പേരുണ്ട്. അവരുള്ളവർ എനിക്ക് ഭയങ്കര ബെസ്റ്റ് ആട്ടോ. അതിലൊരാളാണ് നമ്മുടെ മിത്ര ചേച്ചി. അങ്ങനെ ഇതേ നമ്മൾ പണി തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ എനിക്ക് ഡാൻഡ്രഫ് ആട്ടോ കളഞ്ഞു തരേണ്ടത്. നല്ല രീതിക്ക് സ്കാൾപ്പിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതേ നല്ല രീതിക്ക് ക്ലീൻ ആക്കി തരുന്നുണ്ട് കേട്ടോ ചേച്ചി. കുറച്ച് നേരം പണിയെടുത്തിട്ടുണ്ട് ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെക്ഷനാണ് കേട്ടോ വേറെ നല്ല മസാജ് ചെയ്യുക. ഇതിപ്പോൾ ഓയിൽ മസാജ് ആട്ടോ ചെയ്ത് തരേണ്ടത്. നല്ലപോലെ ഓയിലൊക്കെ നെറുകിൽ തേച്ചിട്ട് ഇത് കുറേ നേരം ഇങ്ങനെ മസാജ് ചെയ്ത് തരും കേട്ടോ. അതിനുശേഷം ഹെയർ ഒക്കെ ഇതേ നന്നായി വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കൂട്ടാ. പിന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങി. അതായത് സ്പാ ചെയ്യാനാണല്ലോ ഞാൻ വന്നത്, ഹെയർ സ്പാ. അപ്പം അതൊക്കെ ഇതേ നല്ല രീതിക്ക് ചെയ്ത് തരുന്നുണ്ട്. അതിലും ഉണ്ട് കേട്ടോ നമുക്ക് ഹെഡ് മസാജ് കുറേ നേരം ഉണ്ട്. അപ്പം ആ ഒരു കുറച്ച് നേരം നമുക്ക് തലയ്ക്ക് നല്ല സുഖമായിരിക്കും കേട്ടോ. പിന്നെ ഇതൊരു മാസ്ക് ഒക്കെ വെച്ചതിന് ശേഷം എനിക്ക് ചേച്ചി നെയിലും ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ ചേച്ചി എനിക്ക് അവക്കാഡോ ജ്യൂസും അതുപോലെ തന്നെ എന്താ കട്ട്ലൈറ്റ് കേട്ടോ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചു. പിന്നെ നമ്മൾ വീണ്ടും ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് ഇതേ മുടിയൊക്കെ ഡ്രൈ ആക്കി തരട്ടോ. കണ്ട എൻ്റെ ഡാൻഡ്രഫ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട്. മന്ത്ലി അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ശരിക്കും നല്ലതാട്ടോ. അങ്ങനെ ചേച്ചി എനിക്കിതേ മുടി സെറ്റ് ചെയ്ത് തരാൻ നോക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി, എന്നും നമ്മൾ മുടി ഇങ്ങനെ അയൺ ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇടല്ലേ ചെയ്യാറ്. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി മാറ്റി പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊരിക്കലും പെർമനന്റ് അല്ല കേട്ടോ, ടെമ്പററി ആണ്. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ചേച്ചി നമുക്കൊന്ന് ചെറുതായി കേൾ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിങ്ങനെ ഹെയർ കേൾ ചെയ്ത് ഇടുന്നത്. എപ്പോൾ പോയാലും ഞാനിങ്ങനെ അയൺ ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് ഇടുക. എനിക്ക് അതായിരിക്കും ഭംഗിയെന്ന് തോന്നിയിട്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത്. അങ്ങനെ ചേച്ചി ഒരു വെറൈറ്റിക്ക് ഇത് ചെറിയ രീതിക്ക് കേട്ടോ നമുക്ക് അടിഭാഗം മാത്രം ഒന്നിങ്ങനെ കേൾ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പം എന്നെ ഈ ഒരു ലുക്കിൽ ഞാൻ തന്നെ ആദ്യമായിട്ടോ കാണണത്. പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടോ, എനിക്ക് അങ്ങനെ കുറ്റമായിട്ടൊന്നും തോന്നിയില്ല. എന്തോ ഒരു വെറൈറ്റി ലുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ കണ്ടിട്ടൊന്ന് വെറൈറ്റി ആക്കി നോക്കാമെന്ന് വിചാരിച്ചത്. വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്കിപ്പോഴും ഇഷ്ടം എൻ്റെ സ്ട്രൈറ്റ് ഹെയർ ആണ് കേട്ടോ. അപ്പം എന്നാലും ഞാൻ ഒന്ന് ആഗ്രഹം തീർത്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പം മിത്ര ചേച്ചിയുടെ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 ആളും കൂടിയിട്ട് ഇതേ മന്തി കഴിക്കാനായിട്ടോ പോയത്. കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയോ പറഞ്ഞു വിൻഷേട്ടന് കഞ്ഞി കൊടുത്തു, ഞാനും തേജും കൂടി ഇരുന്ന് മന്തി കഴിച്ചു. വിൻഷേട്ടനെ കണ്ട പാവം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ വിൻഷേട്ടനെ കൊണ്ട് മന്തി കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങളൊന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കണം. നമ്മുടെ തേജപ്പം വരേണ്ട നേരമായിട്ട് രാവിലെ പോകുന്നതാ ഞാനേ. അങ്ങനെ പോണ വഴിക്ക് നമ്മളിത് കുറച്ചും കൂടിയും ചെടികൾ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ കയറി ജസ്റ്റ് കുറച്ച് ചെടികളുടെ വിലയൊക്കെ ചോദിച്ച് ഒരു 3 ടൈപ്പ് ചെടി വാങ്ങി. 3 ടൈപ്പല്ല, 3 കളറിൽ ചെമ്പരത്തി പൂവില്ലേ, ഹൈബ്രിഡ് ആണ് കേട്ടോ. അതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു 3 കളറിൽ. അങ്ങനെ നമ്മളെത്തലും തേജപ്പത്തിലും ഒക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മിത്ര ചേച്ചിയുടെ ഷോപ്പ് വരണത് വല്ലപ്പുഴ റെയിൽവേ ഗേറ്റ് ഇല്ലേ, അത് കഴിഞ്ഞിട്ട് ആ പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ്.